ഹലോ ഗൈസ്, രാവിലെ 3:30 അലാറടിച്ച് നമ്മൾ എണീറ്റു. കുറച്ച് കഴിയുമ്പോഴേക്ക് തങ്കു എത്തി. നമ്മൾ റെഡിയായി സെറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. വിഷ്ണു സാറ് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് പോണ വഴിക്ക് കടയിൽ കയറി ചായം കുടിച്ച് നേരം വെളുക്കാറായപ്പോഴേക്കും നമ്മൾ എറണാകുളം ഒന്ന് നടു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് അക്ഷയും പിന്നെ ബിൽജിത് സാർ എന്നെ കുറിച്ചിട്ട് ഡോക്യുമെന്ററി ചെയ്യാനാണ് നമ്മൾ വന്നത്. ആൾ എൻ്റെ ഒരു കസിനാണ്. നമ്മൾ അങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ആൾ നട്ടുപിടിപ്പിച്ച ഒരു കാർഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഷൂട്ടിംഗ് ഷിഫ്റ്റ് ചെയ്യും. കണ്ടൽക്കാടുകളെ പറ്റി പറഞ്ഞിരുന്ന സീൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ലൊക്കേഷനിലേക്ക് വരും. കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കാറിൽ ലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ എല്ലാവരോടും പോയി ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഷൂട്ടിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അടുത്ത ലൊക്കേഷൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. നമ്മൾ കുറച്ച് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ ആ ഏരിയയിലിരുന്ന് നമ്മൾ കാണുന്ന കുറച്ച് സാധനങ്ങൾ സീനിന്റെ ഇടയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഷൂട്ട് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പഴവും സ്നാക്സും കഴിച്ച് നമ്മൾ കുറച്ചേരം വർത്താനം പറഞ്ഞു. ഷൂട്ടിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ എടുത്ത് വെച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മൾ അടുത്തുള്ള കടയിൽ പോയി ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിൽ നമ്മൾ പോയത് ബീച്ചിലാണ്. ബീച്ചിൽ പോയി അവിടുത്തെ കുറച്ച് വിഷ്വലും എടുത്ത് അടുത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ പോയി അവിടെയും കുറച്ച് വിഷ്വലും എടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചെത്തിയപ്പോഴേക്കും ആൽബിൻ ഡ്രോൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് ഫുട്ടേജ് എടുക്കുക. ആൽബിൻ അങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് അവിടുത്തെ കുറച്ച് ഫുട്ടേജ് എടുത്ത് നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളവിടെ ഇറങ്ങി പോണ വഴി മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് കട്ട് പിടിച്ചു. ലോറി ഓപ്പോസിറ്റ് വന്നപ്പോൾ റോഡ് ബ്ലോക്ക് ആണെന്ന് കരുതി നമ്മൾ വണ്ടി ഒരു വീട്ടിലേക്ക് കയറ്റി. പിന്നെയാണെങ്കിൽ റോഡ് മൊത്തം ബ്ലോക്ക് ആയിട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വല്ല വഴിക്ക് സാറിന്റെ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ നമ്മൾ ഗ്രാൻഡ് മാളി ഗോകാർട്ടിന്റെ അവിടെയാണ് സാറിന്റെ ഫ്രണ്ട്സ് ഉണ്ടായത്. ഗോകാർട്ട് ഓടിക്കാൻ വേണ്ടി സെറ്റ് ആയി ഇറങ്ങി. അങ്ങനെ സാറ് ഗോകാർട്ട് ഓടിക്കാൻ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നു. ഗോകാർട്ട് ഓടിക്കലൊക്കെ കഴിഞ്ഞ് സാറ് തിരിച്ചെത്തി. അടുത്ത റൗണ്ട് ഇതേ സാറ് വീണ്ടും ഇറങ്ങി. എല്ലാത്തിനും ഇടിച്ചേൽപ്പിച്ചുകൊണ്ട് സാറ് ഇതേ പോകും. പൈസ ഇല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ നോക്കി നിൽക്കാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. സാർ റേസ് കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഒരു ഫുഡ് കഴിക്കാൻ കയറി. ഫുഡും കഴിച്ച് തിരിച്ചിറങ്ങി. വന്ന വഴിക്ക് നല്ലൊരു മഴയും. അങ്ങനെ അവസാനം നമ്മൾ കോളേജിലെത്തി. വണ്ടി നമ്മൾ കോളേജിലിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് തങ്കുപോയി. ഇന്ന് രാവിലെ തൊട്ടുള്ള ഓട്ടമായതുകൊണ്ട് നല്ല ടയർഡായിരുന്നു. നാളത്തെ വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.